എൻ്റെ പേര് സുജാത. ഞാൻ എണ്ണക്കാടിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ 10-ാം തീയതിയാണ്. ഞാൻ ആദ്യമായി നിയോഗത്തിൽ വെച്ചത് എൻ്റെ വയറിൽ ഓവറിയിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് 2019 എനിക്ക് സർജറി ചെയ്തതായിരുന്നു. യൂട്രസിൻ്റെ സർജറി ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് ഓവറിലുള്ള മുഴ 6 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ നിയോഗത്തിൽ വെച്ച് എനിക്ക് 2-3 സർജറി കഴിഞ്ഞതാണ്. ഇനി 4-ാമതൊരു സർജറി ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കൃപാസനം അമ്മേ ഇതെനിക്ക് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അത് 33-20 സെൻറ്റ് 2 ചെറിയ സിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അത് എൻ്റെ അമ്മ മാതാവ് തിരുക്കുമാരനും അത് മാറ്റിത്തന്നു. പിന്നെ എനിക്ക് എരിവ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അൾസർ വന്ന് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതും എനിക്ക് മാറ്റിത്തന്നു. പിന്നെ ഫാറ്റി ലിവർ സ്കാൻ ചെയ്യുമ്പോഴെല്ലാം ഫസ്റ്റിൽ ഫാറ്റി ലിവർ തിരിഞ്ഞ് വന്നിരുന്നുണ്ട്. അതും മാറ്റിത്തന്നു. പിന്നെ 2 വർഷം മുമ്പ് എനിക്ക് ഈ അലർജിയുടെ രോഗമുണ്ടായിരുന്നു. അങ്ങനെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. ഇത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് ശ്വാസം മുട്ടില്ലാതായി. എന്നും വയറിൻ്റെ ശരീരഭാഗങ്ങളിലെല്ലാം ഉടമ്പെടുത്തെല്ലാം തേച്ച് പുരട്ടുമായിരുന്നു. പിന്നെ ഉപ്പും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തുള്ള അനേകർ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയും, ഇനി അസുഖമാണ് എന്തെങ്കിലും പറഞ്ഞാൽ ആ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത് പൂർണ്ണമായി സൗഖ്യപ്പെടുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യം പറയാനാണ് ഇവിടെ. എൻ്റെ സഹോദരന് ബ്രെയിൻ ട്യൂമറായിരുന്നു തലയിൽ. അത് അവന് ഡോക്ടർ പറഞ്ഞു സംസാരശേഷി നഷ്ടപ്പെടും, ഒരു വശം തളർന്നു പോകുമെന്ന് പറഞ്ഞതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മാർച്ച് മാസത്തിൽ അഡ്മിറ്റായതാണ്. 1 മാസം അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഏപ്രിൽ 2-ാം തീയതി സർജറിക്ക് ഡേറ്റ് തന്നു. അത് ഷുഗർ കൂടി, അതുകൊണ്ടാണ് 1 മാസം അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. ആ സർജറിയിൽ ഡോക്ടർ പൂർണ്ണമായും പറഞ്ഞു അത് ഒരു വശം തളർന്നു പോകും, സംസാരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവന് തീരെ വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അച്ഛനെ കാണാമെന്ന് ഇവിടെ വന്നതാണ്. ഇവിടെ എൻ്റെ ഫോട്ടോയും അവിടുത്തെ അവൻ്റെ ചീട്ടുകളെല്ലാം കൂടെ അന്നേരം പറഞ്ഞു. അച്ഛൻ ഓഫീസിൽ ചോദിച്ചപ്പോൾ അങ്ങനെ സഹോദരി ഉടമ്പടി എടുത്താൽ സഹോദരന് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വൈഫിന് അതിൽ വിശ്വാസമില്ലാതിരുന്നത് കൊണ്ട് ഞാനതങ്ങനെ ചെയ്യാൻ പിന്നെ ഇവിടെ വന്ന് ഞാനത് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത് ഇവൻ്റെ അടുത്ത് ചെന്ന് പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പെടുത്തെല്ലാം തലയിൽ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് സർജറി ചെയ്തു. 1 ദിവസം മാത്രം വെന്റിലേറ്ററിൽ കിടന്നുള്ളൂ. അന്ന് പിറ്റേ ദിവസം ഇവനെ കൂടെ ബഹളം വെച്ച് അവന് വാർഡിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാൻ സിസ്റ്റർ പറഞ്ഞു ഇവന്ന് ബഹളം വയ്ക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ ചെന്ന് ICUവിൽ കയറി ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം തൊട്ട് പ്രാർത്ഥിച്ച് പിന്നെ ഉടമ്പെടുത്തായില്ല അവൻ്റെ ദേഹത്ത് പുരട്ടി. അങ്ങനെ അവൻ സുഖമായിട്ട് ഉറങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു ഇവനെ വാർഡിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. 4-ാമത്തെ ദിവസം തന്നെ വാർഡിലേക്ക് മാറ്റി. സംസാരശേഷി ഉണ്ടാകുകയും ചെയ്തു. പൂർണ്ണ ആരോഗ്യത്തോട് നടന്നു തന്നെ വാർഡിലേക്ക് വന്നു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് ഇവനെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഞാൻ അങ്ങനെ എന്നും ഉടമ്പടി തൈലം അവൻ്റെ തലയിൽ സർജറി ചെയ്ത ഭാഗത്ത് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡെയിലി പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ സർജറി ചെയ്ത ഭാഗം. അങ്ങനെ ഞാൻ അവനെ കുളിപ്പിച്ചു, അവൻ്റെ വസ്ത്രങ്ങൾ കഴുകി എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ധൈര്യം വന്നു. ഇവൻ്റെ ഒരു അത്ഭുതമായ കാര്യത്തോട് എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്ന ആ സമയത്ത് ഞാൻ പിന്നെ ബസ്സിന് കയറി അലറിക്കരയുമായിരുന്നു. എനിക്ക് എൻ്റെ ഈ സഹോദരൻ്റെ ജീവൻ നിലനിർത്തി തരണേന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് എന്നെ ഒരു വണ്ടി ഇടിച്ചപ്പോൾ ഇപ്പോഴാണ് എൻ്റെ സഹോദരൻ ഈ വിവരം അറിയുന്നത്. ഞാൻ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല. അവിടെ വെച്ച് ഞാൻ നോക്കിയപ്പോൾ ആ വണ്ടി ഇടിച്ച ആ സ്കൂട്ടറുകാരനും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. എൻ്റെ കാലിപ്പോഴും അതിൻ്റെ പാടുണ്ട്. 1 മാസം ആ മുറിവ് ഇങ്ങനെ ഇരുന്നത്. ഞാൻ പിന്നെ അത് ഉടമ്പടി തൈലം തേച്ച് മാത്രമാണ് അത് മാറ്റിയിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ ഈ വണ്ടി ഇടിച്ച വിവരം അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഹസ്ബൻഡിനോട് പറയത്തുള്ളൂ, എൻ്റെ സഹോദരനോടും പറയത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ട്യൂമർ
0.5 മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് ബാക്കി തലയിലുണ്ട്, റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ചു, റേഡിയേഷൻ ചെയ്യാൻ പോയപ്പോൾ റേഡിയേഷൻ ചെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ശ്രീചിത്രയിൽ പോയി ഒന്നുകൂടെ MRI എടുക്കാൻ പറഞ്ഞു. അവിടെ ഇവനെയും കൊണ്ട് ഞങ്ങൾ അവിടെ പോയി MRI എടുക്കാൻ ഡേറ്റ് കിട്ടത്തില്ല, ഡേറ്റ് ജനുവരിയിലേ ഉള്ളൂ. അന്നേരവും ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് ഉടനെ ഡേറ്റ് തന്ന് ഇന്നെങ്കിൽ മാത്രമേ അവൻ്റെ MRI ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾക്ക് ഈ അൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അന്ന് തന്നെ ഡേറ്റ് കിട്ടി. ഞങ്ങൾ അന്ന് തന്നെ MRI എടുത്തു. പിറ്റേ ആഴ്ച ചെന്നു. റിസൾട്ട് നോക്കിയപ്പോൾ തലയിൽ ട്യൂമർ അല്പം പോലുമില്ല, ഒരു നീർക്കെട്ട് മാത്രമുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നും അലറിക്കരയുമായിരുന്നു, ജീവൻ തിരിച്ചു കൊടുക്കണേന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അവന് പറയാനുള്ള പിന്നെ ഞാൻ ക്യാൻസർ രോഗികളെ പോയി കാണും, പിന്നെ വൃദ്ധസദനത്തിൽ പോയി എനിക്ക് എന്നാൽ കഴിയുന്ന സഹായം കൊടുക്കുമായിരുന്നു. പറയാനുള്ളതുകൊണ്ട് പറയുന്നത് നന്ദി മാത്രമേ പറയാനുള്ളൂ. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. 2 കൊറിന്ത്യോസിൻ്റെ 5:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. സഹോദരങ്ങൾ തമ്മിൽ സ്വത്തിനും